ഇന്നത്തെ നമ്മുടെ യാത്ര പൊള്ളാച്ചിയിലെ ടൈഗർ റിസർവിലേക്കാണ്. ഇവിടെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്യുക രാവിലെ 7 മണിക്കാണ്. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇവിടുന്ന് രാവിലെ തന്നെ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷമാണ് യാത്ര തുടരുക. വണ്ടിക്കും ചാർജ് ഉണ്ട്, അതുപോലെ തന്നെ ഓരോ പെർ പേഴ്സണിനാണ് ചാർജ്. അപ്പോൾ അതുപോലെ തന്നെ വണ്ടിയിൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ലിക്കർ, അങ്ങനെ ഫയർ അങ്ങനത്തെ ബന്ധപ്പെട്ട സാധനങ്ങളൊന്നും വണ്ടിയിൽ ഉണ്ടാകാൻ പാടില്ല. ഏകദേശം ഒരു 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അടുത്ത ചെക്ക് പോയിന്റിലെത്തും. അപ്പോൾ അതുവരെയുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതാണ് അടുത്ത ചെക്ക് പോസ്റ്റ്. ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ നേരത്തെ പോലെ തന്നെ ടിക്കറ്റ് എടുത്ത്, കാരണം ഇത് രണ്ടാമത്തെ ബോർഡർ ആയിട്ടാണ് വരുന്നത്, തമിഴ്നാട് കേരള ബോർഡർ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് പോസ്റ്റിൻ്റെ ഫീസ് അടച്ചതിന് ശേഷം വണ്ടിയൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് അടുത്ത സ്പോട്ടിലേക്ക് കടത്തി വിടുക. ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 5 കിലോമീറ്റർ കൂടി നമ്മളെ വണ്ടിയിൽ പോകുക. അതിനുശേഷം അവരെ വണ്ടിയിലാണ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് അവരെ ജീപ്പ് വിളിച്ചിട്ട് പോവുക, അതല്ലെങ്കിൽ ബസ് ഉണ്ടാവും. ബസ്സിൽ ഒരു 15-16 ആളെ ഉൾക്കൊള്ളിച്ചാണ് പോവുക. ഒരാൾക്ക് 300 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. ഞങ്ങൾ 2 പേര് അവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം അവിടുന്ന് താഴേക്ക് ഇറങ്ങി. ഇപ്പോൾ ബസ്സിൽ ആൾ നിറയേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഈ സഫാരി ഏകദേശം 37 കിലോമീറ്ററോളം യാത്രയുണ്ട്. ഫസ്റ്റിൽ തന്നെ വരുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഡാം വ്യൂ ആണ്. ഇവിടെ നമുക്ക് ബസ്സിൽ നിന്ന് പുറത്തിറങ്ങി കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ ഏകദേശം ഒരു 15 മിനിറ്റോളം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടൈഗറിനെ കാണുക എന്ന് പറഞ്ഞത് ലക്കി പോലെയാണ്. ടൈഗറിനെ മാത്രമല്ല, ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ കാണുന്നത് ഭാഗ്യം പോലെയാണ്. അപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാൻ പറ്റും, ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ മാനും അങ്ങനത്തെ ജീവികളൊക്കെയാണ് കാണാൻ പറ്റുക. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് ബസ്സിലേക്ക് പോവാണ്. ഇതൊക്കെ കാണുന്നതാണ് നമ്മൾ വന്ന ബസ്. അടുത്ത സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന തേക്കാണ്. ഈ തേക്കിൻ്റെ വലിപ്പവും ഇതിൻ്റെ പഴക്കവുമാണ് ഇതിൻ്റെ പ്രത്യേകത. ഏകദേശം 500 വർഷത്തോളം പഴക്കവും 7 മീറ്ററോളം വീതിയുണ്ട് ഇതിന്. അത് കഴിഞ്ഞ് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇത് ഡാം വ്യൂ, വേറൊരു ഡാം വ്യൂ പോയിൻ്റാണിത്. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നേരം ബസ്സിൻ്റെ പുറത്തേക്ക് ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്.
അപ്പോൾ ഡാമിൻ്റെ കാഴ്ചകൾ കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. പോകുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു സ്പേസും കൂടി ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനോ വെള്ളമോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇവിടെ ഏകദേശം ഒരു 10 മിനിറ്റ് നിർത്തിയിടും. അങ്ങനെ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ കുറച്ചൊരു ദൂരം സഞ്ചരിച്ചപ്പോഴാണ് കാട്ടിലിങ്ങനെ ഒരു കാട്ടാനെ കണ്ട് ബസ്സിലുള്ള എല്ലാവരും ഒരു സൈഡിലേക്ക് പോയി അതിനെ നോക്കുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് പഴയ സ്ഥലത്തേനെത്തി. അവിടെ നിന്ന് നമ്മൾ വണ്ടി എടുത്തിട്ടാണ് ബാക്കിയുള്ള യാത്ര തുടരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.